കുന്നംകുളം ചിറളയത്ത് വീട് കേന്ദ്രീകരിച്ചുള്ള നക്ഷത്ര വേശ്യാലയത്തിൽ റെയ്ഡ് 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് പിടികൂടി. ഹിബു പ്രസ്യാമയുടെ അനുഗ്രഹം തേടി ഒല്ലൂർ മഠം ചാപ്പലിലേക്ക് ആയിരങ്ങളുടെ പ്രവാഹം. ഹിബു പ്രസ്യാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സപ്ലൈ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. നമസ്കാരം, ഞാൻ ഷാരി. വാർത്തകൾ വിശദമായി. കുന്നംകുളം ചിറളയത്ത് വീട് കേന്ദ്രീകരിച്ചുള്ള നക്ഷത്ര വേശ്യാലയത്തിൽ റെയ്ഡ്. 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് പിടികൂടി. റെയ്ഡിനിടെ കേന്ദ്രം നടത്തിപ്പിക്കാരി ചാവക്കാട് സ്വദേശിനി റുക്കിയ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇവരെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റുക്കിയയ്ക്ക് പുറമെ കുന്നംകുളം സ്വദേശിനി ബിന്ദു, ചങ്ങരംകുളം സ്വദേശിനി ആമിന, പെരുമ്പിലാവ് സ്വദേശി ഇബ്രാഹിം, ഇടപാടിനായി എത്തിയ ഒരുള്ളൂർ സ്വദേശി ബഷീർ, ആലങ്കോട് സ്വദേശി ഹമീദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 28,000 രൂപയും 3 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. ചിറളയം YMCAയ്ക്ക് സമീപം വാടക വീട് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് കുന്നംകുളം CI കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. 7ഓളം മുറികളുള്ള ഇരുനില വീട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെന്ന വ്യാജേനയാണ് സംഘം താമസിച്ചിരുന്നത്. CPOമാരായ ജോർജ്, ഷാജി, ബിജു, ബിന്ദു, ജാൻസി എന്നിവരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. ഹിബു പ്രസ്യാമയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളുടെ പ്രവാഹം. ഒല്ലൂർ സെന്റ് മേരീസ് മഠം ചാപ്പലിൽ നടന്ന അനുസ്മരണം ശുശ്രൂഷകളിലും ദിവ്യബലിയിലും തിരുനാളിന്റെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയ നേർച്ച സദ്യയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. CMI പ്രിയോർ ജനറൽ ഫാദർ പോൾ അച്ചാണ്ടി ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായി. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി വചന സന്ദേശം നൽകി. CN ജയദേവൻ MP വിൻസെന്റ് MLA എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. മദർ ജനറൽ സിസ്റ്റർ സാങ്ട, വൈസ് പോസ്റ്റുലേറ്റർ ഡോക്ടർ സിസ്റ്റർ ക്ലിയോപാട്ര, സിസ്റ്റർ ഓമർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നവംബർ 23-ന് റോമിൽ നടക്കുന്ന ചടങ്ങിൽ ഹിബു പ്രസ്യാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കും. വാഴ്ത്തപ്പെട്ട പദവിയിൽ നടക്കുന്ന അവസാനത്തെ തിരുനാളാണ് ഇത്തവണ ആഘോഷിച്ചത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപന്നി മാവേലി സ്റ്റോറിന് മുന്നിൽ ധർണ നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം MM ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് NR ഖാൻ ജൂലിയാറ്റ് അധ്യക്ഷനായി. KR രാജേഷ്, PR രാജീവ്, MK ചന്ദ്രൻ, AJ ജെയ്സൺ, AK രാജേഷ്, PA ഷജീർ എന്നിവർ സംസാരിച്ചു. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാവേലി സ്റ്റോറിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. ചാലക്കുടി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് PM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PS സന്തോഷ്, സെക്രട്ടറി EA ജയതിലകൻ എന്നിവർ സംസാരിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണിയിലെ സപ്ലൈകോ സ്റ്റോറിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CPM മണലൂർ ഏരിയ സെക്രട്ടറി TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രവിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TI സുരേഷ്, VN സുർജിത്, PG സുബിദാസ്, MK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി ചേലക്കര സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം M പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ സെക്രട്ടറി PS വിനോദ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി OS സജി, NG ഗിരിലാൽ, C ഉണ്ണികൃഷ്ണൻ, ഷെലിൽ സൂരജ്, ഹംസ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ബിവറേജസ് കോർപ്പറേഷന്റെ ചാലക്കുടിയിലെ മദ്യവിൽപ്പനശാലയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ കരിഓയിൽ ഒഴിച്ചു. മദ്യം വാങ്ങിക്കാൻ നിന്നവരുടെ ദേഹത്തും ഷോപ്പിലെ ജീവനക്കാരുടെ നേർക്കുമായിരുന്നു കരിഓയിൽ പ്രയോഗം. ഷോപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഇതേ തുടർന്ന് ഔട്ട്ലെറ്റിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ബിവറേജസ് അധികൃതർ പോലീസിനെ സമീപിച്ചു. പോലീസ് കേസെടുത്തു. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ യുവമോർച്ച നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനശാല ഉപരോധിച്ചു. 2 മണിക്കൂർ നേരം പ്രവർത്തകർ മദ്യവിൽപ്പന തടഞ്ഞു. പിന്നീട് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന സമിതി അംഗം ബസന്തകുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം KG സുന്ദരൻ, TV ഷാജി, KA സുരേഷ് എന്നിവർ സംസാരിച്ചു.
പന്നിത്തടം INTUC യൂണിയൻ വാർഷിക ജനറൽ ബോഡി യോഗം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് M ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജാക്സൺ, PR ഗംഗാധരൻ, PC ഗോപാലകൃഷ്ണൻ, TK ശിവശങ്കരൻ, VK രഘുസ്വാമി, അക്ബർ അലി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച കുന്നംകുളം പെരുമ എന്ന സ്മൃതി സദസ്സ് സംഘടിപ്പിക്കും. ലിസ ടവറിൽ രാവിലെ 10 നടക്കുന്ന പരിപാടി ബാബു M പാലിശ്ശേരി MLA ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം സാംസ്കാരിക കൂട്ടായ്മയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവ് ശ്രീധരൻ, സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ, അക്ബർ കക്കട്ടിൽ, VK ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുക്കും. എരുമപ്പെട്ടി ശങ്കരൻകാവ് റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു. കടങ്ങോട് തൈപ്പറമ്പിൽ രാജേന്ദ്രനാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ മുളങ്ങുന്നതാവ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം എല്ലാ വീടുകളിലും സീറോ ബാലൻസ് അക്കൌണ്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായി ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ അക്കൌണ്ട് ഓപ്പണിംഗ് മെഗാ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് അംഗം ഷിനി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സിൻഡിക്കേറ്റ് ബാങ്ക് റീജിയണൽ ചീഫ് മാനേജർ S മീനാക്ഷി അധ്യക്ഷയായിരുന്നു. സീനിയർ മാനേജർ VC സത്യപാൽ, കൊടകര ബ്ലോക്ക് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ KN മൃദുല, ഊരുമൂപ്പൻ നടരാജൻ, ST പ്രൊമോട്ടർ ശ്രീനി, EK ലിഖിൽ എന്നിവർ സംസാരിച്ചു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗുരുവായൂരിന്റെ സ്വന്തം കലയായ കൃഷ്ണനാട്ടത്തിന് തിങ്കളാഴ്ച കളിവിളക്ക് തെളിയും. 9 മാസത്തെ കളി കഴിഞ്ഞ് 1 മാസത്തെ വിശ്രമവും 2 മാസത്തെ അഭ്യാസവും കഴിഞ്ഞാണ് കൃഷ്ണനാട്ടം കലാകാരന്മാർ വീണ്ടും അരങ്ങിലെത്തുന്നത്. അവതാരം കളിയോടെയാണ് തുടക്കം. 339 ഭക്തർ ഇതുവരെ അവതാരം കളി ഷീട്ടാക്കിയിട്ടുണ്ട്. വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ച് പാവറട്ടി മേഖലയിൽ നടന്ന ഗണേശോത്സവ ഘോഷയാത്രകൾ ഭക്തിസാന്ദ്രമായി. മുല്ലശ്ശേരി, പാവറട്ടി, മരുതയൂർ, പറമ്പൻതള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ പാവറട്ടി സെന്ററിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. നാസിക് ഡോളിന്റെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെയാണ് മഹാഘോഷയാത്ര നീങ്ങിയത്. നാമജപങ്ങളുമായി ഒട്ടേറെ ഭക്തരും ഘോഷയാത്രയെ അനുഗമിച്ചു. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 55നും 60നും ഇടയ്ക്ക് പ്രായം തോന്നിക്കും. ഇയാളിൽ നിന്ന് ലഭിച്ച കവറിൽ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്ററിലെ OP കാർഡിൽ പയ്യന്നൂർ സ്വദേശി മോഹൻദാസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടെമ്പിൾ SI ASC നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി മേൽ നടപടി സ്വീകരിച്ച ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ച ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുന്നതിനുള്ള സാങ്കേതിക അനുമതി ലഭിച്ചു. ഇതേ തുടർന്ന് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവമാണ് ക്രൈം നമ്പർ 1 രേഖപ്പെടുത്തിയത്. കോടതി ഉത്തരവില്ലാതിരുന്നതിനാലാണ് ഉദ്ഘാടനം കഴിഞ്ഞ് 5 ദിവസമായിട്ടും കേസെടുക്കാൻ കഴിയാതിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കേസെടുക്കാൻ ഉത്തരവ് നൽകിയതോടെയാണ് ആദ്യ ക്രൈം രേഖപ്പെടുത്തിയത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണക്കോടി നൽകി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് LP സ്കൂൾ മാതൃകയായി. വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ ഓണക്കോടി വിതരണം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TV സണ്ണി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ മംഗലം, MA വേലായുധൻ, പഞ്ചായത്ത് അംഗം PV നാരായണസ്വാമി, AEO അംബികവല്ലി, BPO റോബിൻ ആന്റണി, SI AC ബഷീർ, പ്രധാനാധ്യാപിക സുബൈദ, PTA പ്രസിഡന്റ് KM ബദ്രു, അജിത് മല്ലയ്യ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ ഓണാഘോഷ പരിപാടി ഫാദർ മത്തായി ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ സോളമൻ, ഫാദർ പത്രോസ്, പ്രധാനാധ്യാപിക കല്യാണിക്കുട്ടി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ഗണപതി ക്ഷേത്രത്തിൽ 7ാമത് ഗണേശ സംഗീതോത്സവം നടന്നു. പ്രമുഖ വ്യവസായി സുന്ദർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഊരാള കുടുംബാംഗം മണക്കുളം ദിവാകര രാജ അധ്യക്ഷത വഹിച്ചു. ബാബു M പാലിശ്ശേരി MLA, കലാമണ്ഡലം ഗീതാനന്ദൻ, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. KMCC ദുബായിയുടെയും മുസ്ലിം ലീഗ് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ ശുദ്ധജല വിതരണ സംവിധാനം സ്ഥാപിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി EP കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാലഗംഗാധരൻ, KA റിയാസുദ്ദീൻ, മുഹമ്മദ് പട്ടേക്കാട് എന്നിവർ സംസാരിച്ചു.
പട്ടികജാതി വർഗ മോണിറ്ററിംഗ് കമ്മിറ്റി കുന്നംകുളം സർക്കിളിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണവും ഓണസ്മൃതിയും നടന്നു. ജില്ലാ പോലീസ് മേധാവി എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ നഗരസഭാ കൌൺസിലർ സി വി ബേബി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ, ഡിവൈഎസ്പിമാരായ ടി സി വേണുഗോപാൽ, കെ കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകി. തച്ചൻ പാട്ടുകൾ ഉൾക്കൊള്ളിച്ച് സംഗീത സന്ധ്യയും ഉണ്ടായി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ മുരളീധരൻ ഞായറാഴ്ച വിരമിക്കും. തൃശൂർ RDO ആയിരുന്ന മുരളീധരൻ 2012 നവംബർ 23-നാണ് ഡെപ്യൂട്ടേഷനിൽ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റത്. അഗതികൾക്ക് ഓണസദ്യ വിളമ്പിയും ഓണപ്പുടവ നൽകിയും ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാർ ഓണാഘോഷം തുടങ്ങി. പകൽ വീട്ടിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP RK ജയരാജ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP റഷീദ്, KS ഭരതൻ, അനിൽകുമാർ കല്ലാറ്റ്, V അച്യുതക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ 12ാമത് ബൈബിൾ കോഴ്സ് പ്രൊഫസർ PC തോമസ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ, ആശ്രമ പ്രിയോർ ഫാദർ ജോയ് വൈദ്യക്കാരൻ, KM ഫ്രാൻസിസ്, പമീല നെൽസൺ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി കോലഴിയിൽ ഓണനിലാവ് സംഘടിപ്പിച്ചു. CPM പുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. KK വിമല, PK പുഷ്പാകരൻ, MK പ്രഭാകരൻ, MR കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് K സൂരജ്, IB സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരം, നാടൻ പാട്ടുകൾ, കൈകൊട്ടിക്കളി എന്നിവ ഉണ്ടായി. വിജയികൾക്ക് മുൻ മേയർ പ്രൊഫസർ R ബിന്ദു സമ്മാനദാനം നടത്തി. അഴീക്കോട് മുനമ്പം ജങ്ക സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റിലേ ഉപവാസ സമരം 25 ദിവസം പിന്നിട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർമാരായ PH അബ്ദുൾ റഷീദ്, PV അനിൽകുമാർ എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിച്ചത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ PTA അംഗങ്ങൾക്കും സ്കൂൾ മാനേജ്മെന്റ് സമിതി അംഗങ്ങൾക്കും BRCയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു. BPO CA ജോയ് അധ്യക്ഷനായിരുന്നു. BRC കോർഡിനേറ്റർമാരായ സാബു ജോൺ, PK ബിജു എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ ഹോളി ക്രോസ് CBSE സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് ആർട്ടിസ്റ്റ് ഇല്യാസ് മണർക്കാട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സെറിൻ ആന്റണി, വൈസ് പ്രിൻസിപ്പൽ SP മിനി, PTA പ്രസിഡന്റ് ബഷീർ കോട്ടപ്പടി എന്നിവർ സംസാരിച്ചു. ഇടവേള. ശോച്യാവസ്ഥയിലായ ഗുരുവായൂർ ദേവസ്വം സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിലെ മുറികൾ ഭക്തർക്ക് വാടകയ്ക്ക് നൽകുന്നത് നിർത്തി. ഈ കെട്ടിടത്തിലെ 24 ഡബിൾ റൂമുകളാണ് അടച്ചിട്ടത്. 6 വർഷം മുമ്പ് തോട്ടത്തിൽ രവീന്ദ്രൻ ചെയർമാനായിരിക്കുമ്പോഴാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. പ്ലാസ്റ്ററിംഗ് അടർന്നു വീഴുകയും ബാത്റൂമുകൾ ശോച്യാവസ്ഥയിലാവുകയും ചെയ്തതിനാൽ പലപ്പോഴും വാടകക്കാരും ജീവനക്കാരും തമ്മിൽ തർക്കം പതിവായിരുന്നു. മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം പൊതുജലാശയങ്ങളിലും സ്വകാര്യ കുളങ്ങളിലും നിക്ഷേപിക്കുന്നതിനായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വെങ്കിടകിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KA സത്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് വെണ്ണേങ്കോട് അധ്യക്ഷത വഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന മത്സ്യക്കുഞ്ഞു വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഭരതൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AR സുഗുണൻ അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി പാഞ്ഞാൽ റോഡിലെ അംഗൻവാടി റോഡ് ചെളിക്കുളമായത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. വർഷങ്ങളായി തുടരുന്ന ദുരിതത്തിന് പരിഹാരമായി റോഡുകൾ നന്നാക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. അംഗൻവാടി മുതൽ 1/2 കിലോമീറ്റർ റോഡാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കരിങ്കൽ പൊടി നിരത്തി നന്നാക്കുന്നത്. പഞ്ചായത്ത് അംഗം മുഖേനയും നേരിട്ടും നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും 4 വർഷത്തോളമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. 20-ൽ പരം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്.
കാട്ടൂർ പഞ്ചായത്തിലെ ആശ്രയ പദ്ധതിയുടെ ഉദ്ഘാടനം CN ജയദേവൻ MP നിർവഹിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA ഭവന പദ്ധതിയുടെ ആദ്യ ഗഡു വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG ശങ്കരനാരായണൻ ഓണക്കോടി വിതരണം ചെയ്തു. KK ഭാനുമതി, MA ഷാദിഖ്, KB തിലകൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രങ്ങൾ, കാവുകൾ, വേദപാഠശാലകൾ എന്നിവയുടെ ജീർണോദ്ധാരണത്തിന് നൽകുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ സഹായധനം ശനിയാഴ്ച രാവിലെ 9:30 റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് വിതരണം ചെയ്യും. പൂന്താനം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ K മുരളീധരന് മന്ത്രി ഉപഹാരം സമ്മാനിക്കും. കനത്ത മഴയിൽ തിരുവുള്ളക്കാവ് വില്ലേജ് ഓഫീസ് പരിസരം വെള്ളക്കെട്ടിലായി. ചേർപ്പ് സെന്ററിന് സമീപം കാനകൾ അടഞ്ഞതിനാൽ റോഡുകൾ തോടുകളായി മാറിയിരിക്കുകയാണ്. കുടുംബശ്രീകളുടെ അത്തം ഘോഷയാത്രയോടെ കണ്ടശ്ശാം കടവ് ജലോത്സവ നഗരിയിലെ ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. കാരമുക്ക് സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഏറെ വർണ്ണശബളമായി. വാദ്യമേളവും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. ജലോത്സവ നഗരിയിൽ ഘോഷയാത്ര സമാപിച്ചതോടെ കുടുംബശ്രീകളുടെ സംഗമവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആഘോഷ പരിപാടികൾ കളക്ടർ MS ജയ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ ഗിൽസ തിലകൻ അധ്യക്ഷത വഹിച്ചു. PA മാധവൻ MLA മുഖ്യ അതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ KV വിനോദൻ, VN സുർജിത്, CDS ചെയർപേഴ്സൺ വിജി ശശി, VG അശോകൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി മോഹൻദാസ്, KB ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഓണം വരെയുള്ള 10 ദിവസങ്ങളിൽ ഭക്തർക്കിനി വ്യത്യസ്തമായ പൂക്കളം കണ്ട് ഭഗവാനെ തൊഴാം. പൊന്നോണത്തിന്റെ വരവറിയിച്ച അത്തം മുതൽ ഗുരുവായൂരിലെ വ്യാപാരികൾ മാറി മാറി ഗുരുവായൂരപ്പന് മുന്നിൽ പൂക്കളമിടാനുള്ള മത്സരമാണ്. വിവിധ വർണ്ണങ്ങളിലും രൂപത്തിലുമായി ഭീമൻ പൂക്കളമാണ് വ്യാപാരികൾ തീർക്കുന്നത്. 30ഓളം പേർ ചേർന്ന് അർദ്ധരാത്രിയോടെ പൂക്കളം ഇട്ടു തുടങ്ങും. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറക്കുമ്പോഴേക്കും പൂക്കളം ഒരുക്കി നിലവിളക്ക് തെളിയിച്ചിരിക്കും. ദർശനം കഴിഞ്ഞെത്തുന്ന ഭക്തർ പൂക്കളത്തിൽ കാണിക്ക സമർപ്പിക്കും. വൈകുന്നേരമാകുമ്പോഴേക്കും പൂക്കളം കാണിക്ക പണം കൊണ്ട് നിറയും. പിറ്റേന്ന് പൂക്കളം ഒരുങ്ങുമ്പോഴേക്കും തലേന്ന് ലഭിച്ച കാണിക്ക പണം ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കും. 3 പതിറ്റാണ്ടിലേറെയായി ഗുരുവായൂരപ്പന് അത്തക്കളം ഒരുക്കുന്ന കിഴക്കേനടയിലെ ശ്രീകൃഷ്ണ ഫ്ലവർ മാർട്ട് ഉടമ ഉണ്ണികൃഷ്ണനാണ് ഇത്തവണയും അത്തക്കുളം തീർത്തത്. വരും ദിവസങ്ങളിൽ ദേവീദേവന്മാരുടെയും ഗുരുവായൂരപ്പന്റെയുമെല്ലാം മനോഹര രൂപങ്ങളോടെ പൂക്കളങ്ങൾ വിരിയും. കഴിഞ്ഞ 8 വർഷമായി ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു പറ്റം യാത്രക്കാർ ബസ്സിൽ ഓണം ആഘോഷിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരേ ബസ്സിൽ ഒരുമിച്ച് ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് യാത്രക്കിടയിലും ഓണം ആഘോഷിച്ചത്. തങ്ങൾ നിത്യേന രാവിലെ തൃശൂരിലേക്ക് പോകുന്ന ലതാ ഗൌതം ബസ് തന്നെയായിരുന്നു അത്തം നാളിലെ ഓണാഘോഷത്തിന്റെ വേദി. ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള 1 മണിക്കൂർ നീളുന്ന യാത്രക്കിടെ ഉറവിയെടുത്ത സൌഹൃദത്തിന്റെ തെളിനീരിലായിരുന്നു ഈ ബസ് കൂട്ടായ്മയുടെ ഓണാഘോഷം. പായസവും പഴവും ശർക്കര വരട്ടിയും കായ വറുത്തതുമെല്ലാം യാത്രക്കാർക്കെല്ലാം പങ്കിട്ടായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓടുന്ന ബസ്സിൽ പൂക്കളം തീർക്കൽ പ്രായോഗികമല്ലാത്തതിനാൽ ബസ് പൂക്കളെ കൊണ്ട് അലങ്കരിച്ചായിരുന്നു അത്തം നാളിലെ യാത്ര. ഇനി ഓണം വരെ 10 ദിവസവും ബസ് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുമെന്ന് യാത്രാ കൂട്ടായ്മയിലെ അംഗങ്ങൾ പറഞ്ഞു. കേരളീയ വസ്ത്രമണിഞ്ഞാണ് എല്ലാവരും ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ആഘോഷങ്ങളിൽ ബസ്സിലെ മറ്റു യാത്രക്കാരെയും ഒപ്പം കൂട്ടി. മറ്റ് സ്റ്റോപ്പുകളിൽ നിന്ന് കയറുന്നവർക്ക് നൽകാൻ പായസവും പഴവുമെല്ലാം കരുതിയിരുന്നു. ആഘോഷം കൊഴുപ്പിക്കാൻ ചിലർ ഓണപ്പാട്ടുകളും നാടൻ പാട്ടുകളും പാടി. നേരത്തെ സ്ഥിര യാത്രക്കാരായിരുന്നവരും ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായി അത്തന്നാളിൽ യാത്രക്കാരായെത്തി. 20ഓളം വരുന്ന സ്ഥിരം യാത്രാ സംഘം പിറന്നാൾ, വിവാഹം പോലുള്ള ആഘോഷങ്ങളെല്ലാം മധുരം പങ്കിട്ട് ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും എല്ലാം അടങ്ങിയതാണ് ലതാ ഗൌതം ബസ്സിലെ യാത്രക്കാരുടെ കൂട്ടായ്മ. ആഘോഷങ്ങൾ പങ്കിടുക മാത്രമല്ല ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനായി ഈ കൂട്ടായ്മയ്ക്ക് ഫേസ്ബുക്കിൽ അക്കൌണ്ടുമുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. തമിഴ്നാട്ടിൽ നിന്ന് ചുരം കയറി വരുന്ന ചെണ്ടുമല്ലിപ്പൂ കാത്തു നിൽക്കേണ്ട കാര്യം ഇനി പുതുക്കാട്ടുകാർക്കില്ല. പുതുക്കാട് മണ്ഡലത്തിൽ 2 പഞ്ചായത്തുകളിലായിട്ടാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലുമായിട്ടാണ് പൂക്കളം ഒരുക്കാനുള്ള ചെണ്ടുമല്ലി വിരിഞ്ഞിട്ടുള്ളത്.
തൃക്കൂർ പഞ്ചായത്തിലെ മരത്താക്കര കുഞ്ഞനംപാറയ്ക്ക് സമീപം മണ്ണാവിലാണ് 1.5 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൂഗ്രാമം പദ്ധതിയിലൂടെയാണ് കൃഷി നടപ്പിലാക്കിയിട്ടുള്ളത്. 31 മുതൽ സെപ്റ്റംബർ 6 വരെ കോടാലിയിൽ നടത്തുന്ന ജൈവ വൈവിധ്യ എക്സ്പോയിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പൂ വിൽക്കുവാനുമാണ് പരിപാടി. അത്തം പിറന്നതോടെ ഗുരുവായൂരിലെ പൂവിപണി സജീവമായി. ഏത് കാലത്തും ഏത് സമയത്തും പൂവുകൾ ലഭിക്കുന്ന സംസ്ഥാനത്തെ തന്നെ അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രനഗരി. എന്നാൽ ഓണക്കാലമായാൽ പ്രത്യേക സ്റ്റാളുകൾ ഉയരും. പടിഞ്ഞാറേ നടയിലും കിഴക്കേ നടയിലും 10-ലധികം സ്റ്റാളുകളാണ് അത്തം മുതൽ ഉയർന്നിട്ടുള്ളത്. ചെത്തി, ജമന്തി, വാടാർമല്ലി, അരളി എന്നിവയാണ് ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മൊത്ത കച്ചവടക്കാരാണ് ഗുരുവായൂരിലേക്ക് പൂക്കൾ എത്തിക്കുന്നത്. ചെത്തിക്ക് കിലോയ്ക്ക് 100 മുതൽ 150 രൂപ വില വരെയാണ് വില. വിവിധ പൂക്കളടങ്ങിയ കിറ്റുകൾ 30 രൂപ നിരക്കിലും ലഭ്യമാണ്. എന്നാൽ തിരുവോണം അടുക്കുന്നതോടെ വില കുതിച്ചുയരുമെന്നാണ് പൂക്കച്ചവടക്കാർ പറയുന്നത്. സ്കൂളുകളിലും മറ്റും പൂക്കള മത്സരം തുടങ്ങുന്നതോടെ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. കടങ്ങോട് മനപ്പടി സേവന ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഓണോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. PS പ്രസാദ് അധ്യക്ഷനായിരുന്നു. കുമാരൻ വൈദ്യർ, മുതിർന്ന കർഷകൻ രഘു കൊടമന, കർഷക തൊഴിലാളി താമി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CV സുഭാഷ്, KV ഉണ്ണികൃഷ്ണൻ, CA ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. അത്തം മുതൽ തിരുവോണം വരെ വിവിധ കലാകായിക മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചേലക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. പുലാക്കോട് സ്വദേശി മറിയക്കുട്ടിയുടെ പരാതിയെ തുടർന്നാണ് റെയ്ഡ്. മറിയക്കുട്ടിയുടെ 10 സെന്റ് സ്ഥലം ബന്ധു വ്യാജ ആധാരമുണ്ടാക്കി തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി. സ്ഥലത്ത് വഴിവെട്ടാൻ ബന്ധു ശ്രമിച്ചതോടെ കോടതിയിൽ നിന്ന് നിരോധന ഉത്തരവ് വാങ്ങുകയും തുടർന്ന് വിജിലൻസ് ഡയറക്ടർക്ക് പരാതിയും നൽകുകയുമായിരുന്നു. വിജിലൻസ് DYSP SR ജ്യോതിഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം CI സലീഷ് കുമാർ, സീനിയർ സിവിൽ ഓഫീസർമാരായ ജയപാലൻ, അച്യുതൻകുട്ടി, ശിവപ്രസാദ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. പാവർട്ടി കുണ്ടുവക്കടവ് റോഡിലുള്ള മത്സ്യമാർക്കറ്റ് പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് സെക്രട്ടറി അടച്ചുപൂട്ടി. വിവാദമായ മത്സ്യമാർക്കറ്റിലെ മുറികളുടെ ലേലം തടയുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾ കോടതിയെ സമീപിച്ചെങ്കിലും നിർദ്ദിഷ്ട സമയത്തിനു മുമ്പായി സ്റ്റേ ഉത്തരവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ഇവിടെ അനധികൃതമായി കച്ചവടം നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികളെ പുറത്താക്കിയാണ് സെക്രട്ടറി മേരി ഇട്ടൂപ്പ് വെള്ളിയാഴ്ച വൈകിട്ട് 6ഓടെ മാർക്കറ്റ് അടച്ചുപൂട്ടിയത്. പാവർട്ടി SI PR ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അതിനിടെ മത്സ്യമാർക്കറ്റിലെ മുറികളുടെ ലേലം ശനിയാഴ്ച നടക്കും. രാമവർമ്മപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നാമനിർദ്ദേശ പത്രിക കീറിയ സംഭവത്തിൽ 25ഓളം വിദ്യാർത്ഥികൾക്കെതിരെ വിയ്യൂർ പോലീസ് കേസെടുത്തു. കോളേജ് അധികൃതർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു പ്രിൻസിപ്പാളും അധ്യാപകരും നോക്കി നിൽക്കെ നാമനിർദ്ദേശ പത്രിക ഒരു സംഘം വിദ്യാർത്ഥികൾ കീറിക്കളഞ്ഞത്. ഗുരുവായൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് KV അബ്ദുൽ ഖാദർ MLAക്കെതിരെ വാദം കേൾക്കുന്നതിന് ഹൈക്കോടതിക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് കോക്കൂർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ചേലക്കര പുലാക്കോട് ഏഴരക്കുന്ന് അംബേദ്കർ കോളനിയിൽ പട്ടികജാതി വികസനം സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയുടെ അവലോകന യോഗം നടത്തി. K രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദേവൻ പള്ളത്ത്, ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ MM ബോസ്കോ, അസോസിയേറ്റ് പ്രൊജക്ടർ എഞ്ചിനീയർ TG ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. കോളനിയിലെ വീടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും സ്വയം തൊഴിൽ സംരംഭത്തിനും കൂടുതൽ തുക വകയിരുത്താൻ യോഗം തീരുമാനിച്ചു. തലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഓണപ്പുടവകളും ഓണക്കിറ്റും വിതരണം ചെയ്തു. CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ CP മുഹമ്മദ് സ്വാലിഹ് ഓണപ്പുടവ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, CDS ചെയർപേഴ്സൺ തുളസി സന്തോഷ്, കൃഷ്ണവേണി പ്രമോദ്, NS ധർമ്മൻ എന്നിവർ സംസാരിച്ചു. ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുതുതായി ആരംഭിക്കുന്ന 3 പദ്ധതികളുടെയും ജൈവ വൈവിധ്യ എക്സ്പോയുടെയും ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. വറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര കേന്ദ്രമായ കോടാലിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജൈവ വൈവിധ്യ എക്സ്പോയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി
KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് AK സുകുമാരൻ, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രൻ, ബോർഡ് അംഗം അഡ്വക്കേറ്റ് ലിസൺ, സെക്രട്ടറി KP പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്ത തുടർന്നു. വെൽഫെയർ പാർട്ടി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ട്രഷറർ ഷിഹാബ് കാളമുറി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അബൂബക്കർ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന അസ്വാഭാവിക മരണങ്ങളിൽ അന്വേഷണം നടത്തുക, ആരോപണം നേരിടുന്ന ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുക, ഡോക്ടറുടെ കൈക്കൂലിക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. വൃദ്ധദമ്പതികളുടെ 10 സെന്റ് സ്ഥലവും വീടും എഴുതി വാങ്ങിയ ശേഷം പീഡിപ്പിക്കുന്നതായി ആരോപണം. ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാമം സ്വദേശി അവറാൻ വീട്ടിൽ ചെറിയാനെയും ഭാര്യ ബീനയെയും മകളും ഭർത്താവും ചേർന്ന് പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി. രണ്ടാമത്തെ മകളുടെ കല്യാണ ആവശ്യത്തിന് നൽകിയ 1,25,000 രൂപയുടെ പേരിലാണ് സ്ഥലം മൂത്ത മകൾ തീറു വാങ്ങിയത്. ഇത് സംബന്ധിച്ച് കേസ് നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് ചെറിയാനും ബീനയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുവതിയെ കാണാനില്ലെന്ന് പരാതി. അർണാട്ടുകര അമ്പാടിക്കുളം കൊളങ്ങര വീട്ടിൽ അഞ്ജലിയെയാണ് കാണാതായത്. തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. മുനിയാട്ടുകുന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വിഗ്രഹ ഘോഷയാത്ര നടന്നു. മുപ്ലിയം, നന്ദിപുലം, വരന്തരപ്പള്ളി, വേലുപാടം ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്ന് വന്ന ഘോഷയാത്രകൾ സംയോജിച്ച് എലിക്കോട് ഗണപതി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് നന്ദിയാർ പുഴയിൽ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. K പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക ചാനലായ പുതുക്കാട് NCTVയെയും പത്രപ്രവർത്തകൻ ശ്രീശോഭിനെയും ആദരിച്ചു. ഡോക്ടർ DB നായർ, ശ്യാം, സജീവൻ അമ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിപുര സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ കായിക പുരസ്കാരം കായിക താരം ടിൻഡു ലൂക്കയ്ക്ക് സമ്മാനിക്കുമെന്ന് TSGA ചെയർമാൻ TN പ്രതാപൻ MLA അറിയിച്ചു. 4 ലക്ഷവും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചാവക്കാട് മുനിസിപ്പാലിറ്റി 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 14ാമത് സ്നേഹസംഗമം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ചാവക്കാട് അറിയിച്ചു. മമ്മിയൂരിൽ നടക്കുന്ന പരിപാടി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. DCC ട്രഷറർ PK അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പനിക്കൽ വർഗീസ്, ചെയർമാൻ ബദറുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം സെക്രട്ടറി രതീഷ് പാലിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ നേതൃത്വത്തിൽ മാനസിക വൈകല്യം നേരിടുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സദ്ഭവനിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബാബു അപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CL നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഓണസദ്യയുമുണ്ടായി. പ്രധാന അധ്യാപിക ശൈല റാണി, തോമസ് പുത്തൂർ, ബീന തുളസി, CA ജോസ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും സുവിശേഷ മഹായോഗവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. 1 മുതൽ 6 വരെയുള്ള 8 നോമ്പ് സുവിശേഷ മഹായോഗങ്ങളിൽ പൌലോസ് പാറേക്കാര കോൾ എപ്പിസ്കോപ്പ, ഫാദർ തമ്പി മാറാടി, ഡോക്ടർ CD വർഗീസ്, ഷെവലിയ, ഡോക്ടർ KO മാത്യു, ഫാദർ ജിജോ കുറ്റ, ഫാദർ ബോസ്കോ ഞാളിയത്ത് എന്നിവർ വചന പ്രഘോഷണം നടത്തും. 7-ന് ദിവ്യബലിക്ക് ശേഷം മാർ ബസിലിയോസ് പൌലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ 18ാമത് അനുസ്മരണ സമ്മേളനം നടത്തും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം എന്നിവ നടക്കും. തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടാകും. ഫാദർ ജെയിംസ് ഡേവിഡ്, ട്രസ്റ്റി ഡോക്ടർ പ്രദീപ് ജേക്കബ്, സെക്രട്ടറി KA ഏലിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കര ഇലക്ട്രിക് സെക്ഷനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ബാലകൃഷ്ണൻ, സബ് എഞ്ചിനീയർമാരായ മുരളി, നവീൻ,
സിജു ജോസഫ് എന്നിവരും ഓവർസിയർമാരും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഓണസദ്യ, വടംവലി മത്സരം, ഓണപ്പൂക്കളം എന്നിവയും ഉണ്ടായി. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കര അസംബ്ലി തല ജനകീയ കമ്മിറ്റി യോഗം നടന്നു. കെ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് ജി കൃഷ്ണ, വടക്കാഞ്ചേരി സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ PM മുഹമ്മദ് റിയാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം വേണുഗോപാല മേനോൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN കൃഷ്ണൻ, CDS ചെയർപേഴ്സണായ പത്മജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൂസി, വടക്കാഞ്ചേരി സർക്കിൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. അബ്കാരി കുറ്റകൃത്യങ്ങൾ, അനധികൃത ചാരായ ഉൽപാദനം, വിതരണം എന്നിവയോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് യോഗം ചർച്ച നടത്തി. കൊടകര ദേശീയപാതയിൽ അഴകം റോഡിന് സമീപം കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. എറണാകുളത്ത് നിന്ന് ചെങ്ങാലിയിലേക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടത്. ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയ കാർ കാനയിലേക്ക് മറിയുകയായിരുന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പ് പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രം തുടങ്ങി. പച്ചക്കറി കർഷകരെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച മാള കോൾക്കുന്ന് ഹരിത സംഘമാണ് കോൾക്കുന്നിൽ കേന്ദ്രം തുടങ്ങിയത്. നാടൻ പച്ചക്കറികളുടെ ചില്ലറ മൊത്ത സംഭരണ വിപണന കേന്ദ്രമാണ് ആരംഭിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ജോസഫ് പള്ളൻ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ S ശ്രീകല പദ്ധതി വിശദീകരണവും നടത്തി. ജില്ലാ കൃഷി ഓഫീസർ CM ബീന ആദ്യ വിൽപ്പനയും നടത്തി. സംസ്ഥാന യുവ കർഷക അവാർഡ് നേടിയ രഞ്ജിത്ത് P ചിറ്റേഞ്ഞിനെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഓഫീസർ PJ ജോർജ്, പ്രശാന്ത്, ദിലീപ്, പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് ജീവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഓണം റംസാൻ കിറ്റ് വിതരണം ശനിയാഴ്ച നടക്കും. കൈപ്പറമ്പ് വ്യാപാരി ഭവനിൽ ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫി തോമസ് അധ്യക്ഷത വഹിക്കും. തൃശൂർ നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ VK ശ്രീധരൻ ഓണക്കിറ്റ്, ഓണപ്പുടവ വിതരണം നിർവഹിക്കും. ക്യാൻസർ, വൃക്കരോഗികൾക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്യും. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കൂടിയാട്ടത്തിലെ പ്രസിദ്ധമായ അശോക വനികാംഗം സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. കലാമണ്ഡലം സംഗീത് ചാക്യാരുടെ നേതൃത്വത്തിലാണ് കഥ അരങ്ങേറുന്നത്. 16 ദിവസം നീണ്ടുനിൽക്കുന്ന കൂടിയാട്ടം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ശിവകുമാർ, കലാമണ്ഡലം രാമചാക്യാർ, കലാമണ്ഡലം ജിഷ്ണു, കലാമണ്ഡലം പ്രതീഷ് തുടങ്ങിയവരും കൂടിയാട്ടം കലാകാരന്മാരും പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം ചിറളയത്ത് വീട് കേന്ദ്രീകരിച്ചുള്ള നക്ഷത്ര വേശ്യാലയത്തിൽ റെയ്ഡ്. 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് പിടികൂടി. എബുപ്രസ്ത്യാമ്മയുടെ അനുഗ്രഹം തേടി ഒല്ലൂർ മഠം ചാപ്പലിലേക്ക് ആയിരങ്ങളുടെ പ്രവാഹം. എബുപ്രസ്ത്യാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സപ്ലൈകോ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.